ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഫേക്ക് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ അനീഷിനെ ഇങ്ങനെ ലവ് ചിഹ്നമൊക്കെ ഇട്ട് അനീഷ് പൊളിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കണ്ടു. ഇപ്പം എന്താണ് ഇന്നത്തെ പ്രൊമോ വന്നപ്പോൾ ലാലേട്ടൻ എടുത്തലക്കിയിരിക്കുന്ന ആരെയാണ്? അനീഷിനെയാണ്. എന്തുകൊണ്ടാണ് അനീഷിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുള്ളത്? അനീഷിൻ്റെ ഈ ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിമർ എന്നുള്ളത് പൊട്ടി തകർന്നിരിക്കുകയാണ്. മനസ്സിലായത്? അനീഷിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോയിലൂടെ. ഇപ്പൊ അനീഷ് പറയുന്നുണ്ട്, അനീഷ് എന്താണ് PR എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നുള്ളത്. ഒരു 5 വർഷമായിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. ആ 5 വർഷം കഴിഞ്ഞിട്ടില്ല, 2.5 വർഷമായപ്പോഴേക്കും അദ്ദേഹത്തിന് ബിഗ് ബോസിൽ കോമണർ ആയിട്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുന്നു. അദ്ദേഹം കോമണർ ആയിട്ട് വരുന്നു. എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിന് ഈ PR വർക്ക് എന്താണെന്ന് അറിയില്ല. നമുക്ക് ഈ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും ഒക്കെ എന്താണ് ഈ PR എന്നുള്ളത് അറിയാം. അപ്പൊ ഈ ബിഗ് ബോസിൽ വരാൻ ഇത്രയധികം ആഗ്രഹിച്ച എല്ലാ എപ്പിസോഡുകളും കണ്ട് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന അനീഷിന് PR കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരും ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ അദ്ദേഹം ഫേക്ക് ആണെന്ന് എല്ലാവരും ഉറപ്പിച്ചുള്ള ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇന്നലെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്, എപ്പിസോഡിലൊക്കെ കണ്ടതാണ്. നെവിൻ കുറച്ചൊരു ലൈൻ അങ്ങ് കയറി നിന്നപ്പോൾ ക്യാമറയിൽ അദ്ദേഹം ഉൾപ്പെടുന്നില്ല, അദ്ദേഹത്തിന് തഴയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മനഃപൂർവ്വം ക്യാമറയിൽ പെടുത്താതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഗെയിം. അവിടെ അനീഷിനെ പോലെ അതിനകത്ത് എത്ര ക്യാമറകൾ ഉണ്ടെന്ന് അറിയുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ക്യാമറയ്ക്ക് മുമ്പിലും പോയിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട്. അനീഷിനുള്ള കംപ്ലൈന്റ് ബിഗ് ബോസിനോട് നേരിട്ട് പറയുന്നത് എല്ലാം ക്യാമറ വഴിയാണ്. ഇതുപോലെ ലോണില് ഏറ്റവും ആദ്യം സുപ്രഭാതം വന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഓരോ ക്യാമറയുടെ മുമ്പിൽ കൂടി നടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ്. മറ്റുള്ളവര് വൈകിയാണ് എഴുന്നേൽക്കുന്നത്, പാട്ട് കേൾക്കുമ്പോൾ വന്ന് ഡാൻസ് കളിക്കുന്നു പോകുന്നു. അതുപോലെ അനീഷ് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒറ്റയ്ക്ക് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അത് ചിലപ്പോൾ എവിടെയൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ക്യാമറ തിരിയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് അദ്ദേഹത്തിന് ക്യാമറയിൽ പെടുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എല്ലാ ലോണിൽ വന്നിരിക്കുമ്പോൾ, അതായത് വീക്കെൻഡ് എപ്പിസോഡിലായാലും മറ്റുള്ള എന്ത് നോമിനേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടും മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ സോഫ സെറ്റിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രം പ്രത്യേകമായിട്ട് ഒരു സീറ്റ് അദ്ദേഹം അവിടെ ഒരുക്കി വെച്ചിരിക്കണം. അതെന്താണ് ഏറ്റവും ആദ്യത്തെ ഒരു പൊസിഷൻ. അത് ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലാണ് എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓടിപ്പോയിട്ട് എടുക്കാൻ, അപ്പൊ അതൊരു സ്ക്രീൻ സ്പേസ്. ഇനി സ്റ്റോർ റൂമിലേക്ക് ആദ്യം ഓടിപ്പോകുന്നത് ആരാണ്? അനീഷ്, അതും ഒരു സ്ക്രീൻ സ്പേസ്. എന്നിട്ട് പാവം പോലെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള സ്ട്രാറ്റജി. ഒറ്റപ്പെടുത്തുന്നത് അദ്ദേഹം എല്ലാവരിൽ നിന്നും അകന്നു നിന്ന് ഒറ്റപ്പെടാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സ്ട്രാറ്റജി എന്നാലേ അവിടെ വർക്കൗട്ട് ആവുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് നമുക്ക് ജെന്യൂൻ ആയിട്ടൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുക? തീർത്തും ഫേക്കാണ്. ഷാനവാസൊക്കെ പറയുകയാണെങ്കിൽ ജെന്യൂൻ ആണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നു. കുറേ ഒച്ചും ബഹളം എടുക്കുന്നു, അനുമോളും കുറേ ഒച്ചും ബഹളം എടുക്കുന്നു, ഇപ്പൊ ബിന്നിയൊക്കെ കുറെ ഒച്ചും ബഹളം എടുക്കുന്നു. അവരൊക്കെ കുറച്ചും കൂടെ ജെന്യൂൻ ആണ്. ഇദ്ദേഹം ഈ ഒച്ചും ബഹളം എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കണ്ടന്റ് ആണ്. എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഇവരെല്ലാം സെലിബ്രിറ്റീസ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവരൊക്കെ സെലിബ്രിറ്റി, ഇദ്ദേഹം കോമണർ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റി വിടാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നുള്ള മൊത്തമായിട്ടുള്ള വോട്ട് ഇദ്ദേഹത്തിന് കിട്ടണം. അതായത് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഇദ്ദേഹത്തിന് ആരും തന്നെ ഹേറ്റേഴ്സ് ഉണ്ടാകരുത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നാടുള്ള കോടന്നൂർ ഒരു ഗ്രാമമാണ്. അങ്ങനെ എവിടെ എപ്പോഴും കോടന്നൂരിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കേൾക്കുന്ന നമുക്കായിരിക്കും നമ്മുടെ നാടിനെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാകും. അപ്പോൾ ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ നാട്ടിൽ അത് വരുത്താനാണ്. അത് അദ്ദേഹത്തിന്റെ ഗെയിമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ബിഗ് ബോസിൽ ഇത്രയും ആഗ്രഹിച്ച് അത് ഒരു കണ്ടസ്റ്റന്റായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നതാണ് PR എന്താണെന്നറിയില്ല, അതിലുള്ള ഒരു സെലിബ്രിറ്റീസിനെ പോലും എനിക്കറിയില്ല. അതൊക്കെ എന്ത് ഗെയിമാന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും സീരിയലിൽ അഭിനയിക്കുന്നവരായാലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നല്ല ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂട്യൂബിൽ ഇൻഫ്ലുവൻസസിനെ വരെ അറിയാം. അപ്പോഴാണ് TV സീരിയലിലും സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബിഗ് സ്റ്റാർസ് ഷാനവാസ്, അനുമോൾ പോലെയുള്ള വലിയ വലിയ താരങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം. അപ്പൊ തന്നെ ഫേക്കാണ്, ഫേക്ക് ഗെയിമാണ് കളിക്കുന്നത് നമുക്ക് മനസ്സിലായത്. അതായത് നിങ്ങൾ ഒരു സെലിബ്രിറ്റി എന്ന ലെവലില് വലിയ ഇവിടെ എൻ്റെ മുമ്പിൽ ജാടയൊന്നും കാണിക്കണ്ട, ഞാൻ ഒരു കോമണർ ആണെങ്കിലും നിങ്ങളുടെ ഒപ്പമുള്ള ഒരാളാണെന്ന് അവരോട് പറയാതെ പറയുന്ന ഒരു സ്ട്രാറ്റജി, അത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ ഈ ഒരു PR വർക്ക്, പിന്നെ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഈ ഭാഗത്തൊന്നും നമുക്ക് ഒരു തവണ പറഞ്ഞു ഓക്കെ പറയാം, വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇത്ര വൈകിട്ടാണെങ്കിൽ പോലും ഒരു കോമണറിന്റെ അടുത്ത് ഇങ്ങനെ നേരിട്ട് ചോദിച്ചത്. പിന്നെ 3 ദിവസങ്ങൾക്കുള്ളിലാണ് ഞാൻ ഇതെല്ലാം തയ്യാറെടുപ്പോട് കൂടി ഇത് ഈ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നു.
അതായത് അതായത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ PR-നെ അദ്ദേഹത്തിന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് ശരിക്കായുള്ള ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് കൊളാബറേഷൻ പറ്റിയിട്ടില്ല, ഇതൊന്നും പറ്റിയിട്ടില്ല എന്നങ്ങ് അറിയിക്കുകയാണ്. അതായത് സെലിബ്രിറ്റീസ് ആകുമ്പോൾ അവർക്ക് ഒരുപാട് ഓൾറെഡി കുറെ കൊളാബറേഷൻ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് കിട്ടും. അനുമോളാണ്, ഷാനവാസാണ്, എല്ലാം കൊളാബ്സ് ആണ്. പക്ഷേ ഇതിൽ അനീഷ് അതൊന്നും ഇല്ല എന്നാണ് അനീഷ് പറയുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ 3 ദിവസം കിട്ടിയിട്ടുള്ളൂന്ന് ഇത് ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് തുറന്നു പറയുമ്പോൾ അവർക്കത് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. കാരണം എല്ലാവരും ചിന്തിക്കല്ലോ, വെറും 3 ദിവസം കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പ്രിപ്പറേഷൻ PR ഒക്കെ സെറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ചിന്ത പോകും. അതുകൊണ്ടാണ് ഇന്ന് ലാലേട്ടൻ അത് എടുത്തിട്ടത്. കാരണം 12 ദിവസത്തെ അദ്ദേഹത്തിന് ഒരു കാലാവധി കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഈ 12 ദിവസത്തിനുള്ളിൽ അദ്ദേഹം സ്വന്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു, പ്രൊമോ വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡ്രസ്സ് എടുക്കാനുള്ള സമയം, അദ്ദേഹത്തിന് ഇപ്പോൾ ലീവ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സമയം കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് അവർ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 ദിവസം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഫേക്ക്. അത് ഇത്രയും വലിയ ഒരു ഷോയിൽ വന്നിട്ട് ആ ഷോയുടെ നടത്തിപ്പുകാരോട് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു വളരെ ഒരു ഫ്രോഡ് തരമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ഫ്രോഡ് ഒരു ഏർപ്പാടായി പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ലാലേട്ടൻ വന്ന് ഇന്ന് ശരിക്കും മുഖം മൂടി വലിച്ചു കയറിയത്. ഇന്ന് മുതൽ ഇനി അനീഷിൻ്റെ ഗെയിം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആൾക്കാരുടെ മുൻപിൽ അതായത് ഈ ഫേക്ക് ഗെയിം എന്തായാലും തകർന്നു വീണിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനുള്ള കൂടുതൽ ഫാൻസും കാര്യങ്ങളും ഇതൊക്കെ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കൂടി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഞാൻ കുറേ നാളെ വിചാരിക്കും ഇദ്ദേഹം ഇങ്ങനെയാണ് ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരാളെ ബിഗ് ബോസ് ഇത്രയധികം ഫാൻസ് ഉണ്ടാവുന്നത്. കാരണം നമുക്ക് പല കാര്യങ്ങളും കാണുമ്പോൾ അറിയാൻ പറ്റും ഫേക്ക് ഗെയിമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിയൽ ഒരു ക്യാരക്ടർ അല്ല അതിനകത്ത് കാണുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം ഒരു ഗെയിം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കുറേ തന്ത്രങ്ങൾ, പക്ഷെ ആ തന്ത്രങ്ങൾ ഒരുപാട് ഇറിറ്റേറ്റിംഗ് ആയി മാറുമ്പോഴാണ് ആ തന്ത്രങ്ങൾ നമുക്ക് അയ്യോ അയാളൊരു വേഗം പുറത്തു പോയാൽ മതി നമുക്ക് തോന്നിപ്പോകുന്നത്. അനീഷിന് ഞാൻ ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഗെയിം ഒരു കോമണർ ആകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ പിടിച്ച് പറ്റണം, എന്നാലും തന്നെ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ കോമണർക്ക്. അല്ലെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ പുറത്ത് പോകും, അല്ലെങ്കിൽ ഡേഞ്ചർ സോണിലൊക്കെ വരാൻ ചാൻസ് ഇല്ല. അനീഷ് ഫസ്റ്റ് വീക്ക് തൊട്ടേ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഷാനവാസായുള്ള സൗഹൃദം, തിരിച്ചും ഷാനവാസിൻ്റെ സൗഹൃദം, ഇവർ രണ്ടുപേരും സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്. ജിസേനും ആര്യനും ഉണ്ടായ പോലെ, അല്ലെങ്കിൽ അനുമോൾക്ക് നൂറയോടോ ആദിലയോടോ ഉണ്ടായ പോലെ ഒന്നുമല്ല. ഇതൊരു തനി ഫേക്കാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് ഇവർ കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷാനവാസിന് അനീഷിൻ്റെ സഹായം ചില സമയത്ത് ആവശ്യമുണ്ട്. കാരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഇത് മുഖംമൂടി അഴിഞ്ഞു വേണ്ടത് എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ആയിരിക്കും. പിന്നെ അനീഷിൻ്റെ കാര്യം എന്തായാലും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച തൊട്ട് അനീഷിന് എത്രത്തോളം ഫാൻസ് ഫോളോയിങ് ഉണ്ടോ, അദ്ദേഹത്തിന് എത്ര പിന്തുണ ഉണ്ടാവും നമുക്ക് കണ്ടറിയാൻ വേണം.